ഹായ് ഓൾ. നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് 8254 പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമർ. എന്തിനാണ് നമ്മൾ ആക്ച്വലി ടൈമർ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു പോലീസ് ടെസ്റ്റ് എന്തെങ്കിലും ഒന്ന് അസ്യൂം ചെയ്യുക. അവിടെയൊക്കെ പറയാറുണ്ട് 500 മീറ്റർ റണ്ണിങ് റേസ്, 1000 മീറ്റർ റണ്ണിങ് റേസ്. അപ്പോൾ അവിടെ എന്താ അവർ ഫസ്റ്റും സെക്കൻഡും ആണോ അവർ നോക്കുന്നത്? അല്ലല്ലോ. അവർ ഈ ഒരു ടൈം 3 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെ 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അല്ലെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ റണ്ണിങ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? മൈക്രോ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്? ടൈമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? 8254 ടൈമിംഗ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ റണ്ണിങ് റേസിൽ എന്താ യൂസ് ചെയ്യുന്നത്? വാച്ച് യൂസ് ചെയ്യും. വാച്ച് യൂസ് ചെയ്തിട്ട് 3 മിനിറ്റ്സ് നോക്കും. 3 മിനിറ്റ്സ് സെറ്റ് ചെയ്യും. അത് എന്ത് ചെയ്യും? ആ വാച്ച് എന്ത് ചെയ്യും? 0 ആവുന്നത്, അതായത് 3 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെക്കൻഡാണ്? 180 സെക്കൻഡാണ്. 180 മുതൽ അതെന്ത് ചെയ്യും? അത് ഡിക്രിമെൻ്റ് ചെയ്യാൻ തുടങ്ങും അപ് ടു 0 ആവുന്നത് വരെ. 0 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതേപോലെ ഇവിടെ അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വാച്ച്, അതാണ് അവിടുത്തെ കൗണ്ടിങ് ഓപ്പറേഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 8254 എന്ത് ചെയ്യാണ്? 3 ഇൻഡിപെൻഡൻറ്റ് കൗണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ടൈമിങ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? 3 കൗണ്ടേഴ്സ് 3 കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 3 കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് നോക്കാം. 3 കൗണ്ടറിലും 2 ഇൻപുട്ട് ഉണ്ട്, 1 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം 2 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ 3 കൗണ്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കൗണ്ടർ 0, കൗണ്ടർ 1, കൗണ്ടർ 0, കൗണ്ടർ 1, കൗണ്ടർ 2, 3 കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് എന്താണ്? 2 ഇൻപുട്ട് ഉണ്ട്, 1 ഔട്ട്പുട്ട് ഉണ്ട്. ഓരോ ക്ലോക്കിലും 2 ഇൻപുട്ട് കൗണ്ടർ 0ൻ്റെ ക്ലോക്ക് 0, ഗേറ്റ് 0. പിന്നെന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഔട്ട് 0 എന്താണ്? കൗണ്ടർ 0ൻ്റെ ഔട്ട്പുട്ടാണ്. അതേപോലെ കൗണ്ടർ C1 യൂസ് ചെയ്യുന്നുണ്ട്, കൗണ്ടർ C2 യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡാറ്റ ബസ് ഉണ്ട്. 8 ബിറ്റ് ഡാറ്റ പാസ് ചെയ്യാൻ ഡാറ്റ ബസ് ഉണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. അതിൽ റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, CS ഉണ്ട്, A0 ഉണ്ട്, A1 ഉണ്ട്. അപ്പോൾ ഇവിടെ ചിപ്പ് സെലക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏത് ഓപ്പറേഷൻസ് ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്, ഏത് കൗണ്ടറാണ് അവിടെ യൂസ് ചെയ്തിട്ടാണ് അവിടെ കൗണ്ടിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ചിപ്പ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ CSൻ്റെ ചിപ്പ് സെലക്ടറിൻ്റെ വാല്യൂ എപ്പോഴാണോ ലോ ആവുന്നത്, ചിപ്പ് സെലക്ടറിൻ്റെ വാല്യൂ 0 ആവുന്ന കേസിലായിരിക്കും ഈ കൺട്രോൾ ലോജിക്ക് എന്താവുന്നത്? എനേബിൾ ആവുന്നത്. അപ്പോൾ ചിപ്പ് സെലക്ടറിൻ്റെ വാല്യൂ 0 ആവുക. A0ൻ്റെ വാല്യൂം A1ൻ്റെ വാല്യൂം 0 ആണെങ്കിൽ എന്തായിരിക്കും? C0 ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സെലക്ട്. അതായത് കൗണ്ടർ 0 സെലക്ട് ആവും. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത രണ്ടാമത്തെ കേസ് നോക്കൂ. രണ്ടാമത്തെ കേസിൽ എന്താണ്? ചിപ്പ് സെലക്ടറിൻ്റെ വാല്യൂ 0യും ചിപ്പ് സെലക്ടറിൻ്റെ വാല്യൂ 0യും A1ൻ്റെ വാല്യൂ 0യും A1ൻ്റെ വാല്യൂ 0 ആവുക. ചിപ്പ് സെലക്ടറിൻ്റെ വാല്യൂ 0 ആവുക. A0ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ കൗണ്ടർ 2 ആയിരിക്കും സെലക്ട് ആവുന്നത്. അടുത്ത കേസിൽ C2 സെലക്ട് ആവുന്നത് എപ്പോഴാണ്? A1ൻ്റെ വാല്യൂ 1ഉം A0ൻ്റെ വാല്യൂ 0യും ആണെങ്കിൽ എന്തായിരിക്കും? ചിപ്പ് 1 സെലക്ട് ആവും. കൗണ്ടർ 1 സെലക്ട് ആവും. അല്ലാത്ത കേസിൽ കൺട്രോൾ രജിസ്റ്റർ ആയിരിക്കും. കൺട്രോൾ രജിസ്റ്റർ എന്ന് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൺട്രോൾ രജിസ്റ്ററിന് ഒരു ഇൻപുട്ട് എങ്ങോട്ടുണ്ട്? എല്ലാ കൗണ്ടറിലേക്കും ഉണ്ട്. അപ്പോൾ എല്ലാ കൗണ്ടറിൻ്റെ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്ന, അപ്പോൾ 3 കൗണ്ടറിൻ്റെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു രജിസ്റ്ററാണ് എന്ത്? കൺട്രോൾ രജിസ്റ്റർ. ക്ലിയർ ആയല്ലോ?
ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ ആർ ഡി ഉണ്ട്, WR ഉണ്ട്. പിന്നെ A0യും A1ഉം എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും A0യും A1ഉം യൂസ് ചെയ്യുന്നത്? ഏത് കൗണ്ടറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് A0യും A1ഉം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന 2 ഇൻപുട്ട് ഉണ്ട്, ക്ലോക്കും ഗേറ്റും. ക്ലോക്ക് എന്തിനാണ് നമുക്കറിയാം, ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗേറ്റ് യൂസ് ചെയ്യുന്നത് അവിടെ ഈ കൗണ്ടിങ് എനേബിളും ഡിസേബിളും ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഗേറ്റിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്താണ് ഈ കൗണ്ടർ എനേബിൾ ആണോ ഡിസേബിൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ വാല്യൂ, അപ്പം എപ്പോഴാണോ ഗേറ്റിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ആ സമയത്ത് അവിടെ എന്ത് ചെയ്യും, ആ കൗണ്ടറിന് എന്ത് ചെയ്യും, എനേബിൾ ആവും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് ഈ 8254 വർക്ക് ചെയ്യുന്നത്. പിന്നെ 8254 യൂസ് ചെയ്യുന്ന 8254ൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ജനറേറ്റ് അക്യുറേറ്റ് ടൈം ഡിലേ, അക്യുറേറ്റ് ആയിട്ടുള്ള ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ എന്തെങ്കിലും ഈവൻസ് കൗണ്ടിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ ഒരു 8254 യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. പിന്നെ അടുത്ത കേസിൽ ഇവിടെ പറയാനുള്ളത് 8254ൻ്റെ പിൻ ഡയഗ്രം ഉണ്ട്. 8254 ടോട്ടൽ 24 പിൻസ് ഉണ്ട്. ഓരോ പിൻസിനും 1 മുതൽ 8 വരെ എന്ത് യൂസ് ചെയ്യുന്നത്? ഡാറ്റ ബസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 9, 10, 11, 12 നോക്കുക. അത് എന്താണ്? കൗണ്ടർ 0ൻ്റെ ഇൻപുട്ട് ഓപ്പറേഷൻസും ഔട്ട്പുട്ട് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാനുണ്ട്. 18th, 17th, 16th കൗണ്ടർ 2ൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ്. ഗേറ്റ് 13 പിൻ നമ്പർ 13 to 15 കൗണ്ടർ 1ൻ്റെതാണ്. പിന്നെ VCC ഉണ്ട്, പിന്നെ റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ചിപ്പ് സെലക്ടർ ഉണ്ട്, A0 ഉണ്ട്, A1 ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് 8254 നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട്